every hour. യുവത്വത്തിനായി വാദിക്കാൻ ലത്തീൻ സഭ. തിരുവനന്തപുരം സെൻട്രലിൽ പോരാട്ടം കനക്കുകയാണ്. ആന്റണി രാജുവിനേറ്റ കോടതി പ്രഹരത്തിന് പിന്നാലെ ഇടതുകോട്ടയിൽ വിള്ളൽ വീഴുമ്പോൾ സീറ്റ് പിടിച്ചെടുക്കാൻ UDFൽ വൻ അണിയറ നീക്കങ്ങൾ സജീവമാണ്. തലസ്ഥാനത്തിന്റെ മണ്ണിൽ ഇക്കുറി പുതുമുഖ തരംഗമുണ്ടാകുമോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. യുവനേതാവ് എറിക് സ്റ്റീഫനായി ലത്തീൻ സഭ രംഗത്തിറങ്ങുമ്പോൾ ചങ്കിടിക്കുന്നത് ആർക്കൊക്കെ എന്നതാണ് പ്രധാനം. എറിക് മുമ്പ് കേരളത്തിൽ ചർച്ചയായത് ഡ്രോൺ വിവാദത്തിലൂടെയാണ്. തന്ത്രപ്രധാനമായ സുരക്ഷാ കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്ന ചെറിയ വീഴ്ചകൾ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. എന്നാൽ ഒരു NSU നേതാവ് ഡ്രോൺ വാങ്ങാൻ ശ്രമിച്ചത് കേരള പോലീസിനെ കുറച്ചൊന്നുമല്ല ഒരിക്കൽ വട്ടം കറക്കിയത്. NSU ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫനെ ഉറക്കത്തിൽ നിന്ന് പൊക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ആ വാർത്ത ഏറെ ചർച്ചയായി. നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡ്രോൺ ഉപയോഗിച്ച് കരിങ്കൊടി കാണിക്കാൻ ആസൂത്രണം ചെയ്യുന്നു എന്ന സംശയത്തിലാണ് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എറിക്കിനെ കസ്റ്റഡിയിലെടുത്തത്. അന്ന് എറിക്കിന് ഏറെ പിന്തുണ കിട്ടി. പോലീസിനെതിരെ ഉറച്ച നിലപാടെടുത്തു. അന്ന് പിണറായി പോലും എറിക്കിന്റെ പോരാട്ടത്തിൽ പ്രതിസന്ധിയിലായി. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് സുപ്രീം കോടതിയിൽ നിന്നേറ്റ തിരിച്ചടി തിരുവനന്തപുരം സെൻട്രലിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ഭാവി തുലാസിലായ ആന്റണി രാജുവിന് പകരം ഇടതുപക്ഷം ആരെ ഇറക്കുമെന്ന ചർച്ചകൾ ഒരു വശത്ത് സജീവം. എന്നാൽ മറുവശത്ത് UDFൽ സ്ഥാനാർത്ഥി മോഹികളുടെ നീണ്ട നിരയാണ്. ഇതിനിടയിലാണ് KSU മുൻ ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫന്റെ പേര് അപ്രതീക്ഷിതമായി ഉയർന്നു കേൾക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യ KSU ദേശീയ സെക്രട്ടറിയായ എറിക്കിന് വേണ്ടി ലത്തീൻ സഭ ശക്തമായി വാദിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. തീരദേശ മേഖലയിലെ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ സമുദായത്തിന് സ്വാധീനമുള്ള യുവമുഖത്തെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സഭയുടെ നീക്കം. പക്ഷേ UDFൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സീറ്റിനായി CMP നേതാവ് CP ജോണും രംഗത്തുണ്ട്. മുസ്ലിം ലീഗിന്റെ പിന്തുണ CP ജോണിനുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകുന്നു. ഇതിനൊക്കെ പുറമെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുൻ മന്ത്രി VS ശിവകുമാറും യുവത്വത്തിന്റെ കരുത്തിൽ KS ശബരിനാഥനും കച്ചമുറുക്കുന്നുണ്ട്. സഖ്യകക്ഷികളുടെ സമ്മർദ്ദം, ലത്തീൻ സഭയുടെ കർശന നിലപാട്, യുവനേതാക്കളുടെ താൽപര്യം, ഇതിനിടയിൽ ഹൈക്കമാൻഡും KCയും ആരെ തുണയ്ക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം. ലത്തീൻ സഭയുടെ പിന്തുണ എറിക്കിന് തുണയായി മാറും.